ഹലോ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ രാത്രിയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാം എന്തായാലും ഫുള്ളായിട്ട് തന്നെ കാണണേ. ഇന്നിപ്പോൾ നമ്മൾ വീട്ടിൽ ഉമ്മാൻ്റെ അനിയത്തിമാരും ഉമ്മയൊക്കെ കൂടാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉള്ളൊരു ദിവസത്തെ വീഡിയോ കേട്ടോ ഇന്ന്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവരൊക്കെ എത്താനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ മല്ലിയും മഞ്ഞളൊക്കെ മുറ്റത്തിട്ടീനു, അതൊക്കെ എടുത്ത് വെച്ച് അപ്പോഴേക്കും അവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേഗം അവർക്ക് ചായ ഒക്കെ റെഡിയാക്കിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കുടിക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ കടികൾ നമ്മൾ വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, എല്ലാം കടയിൽ നിന്ന് വാങ്ങിയത്. ഇനിയിപ്പോൾ രാത്രിയത്തെ ഫുഡിന് നമ്മൾ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ പൊറാട്ട ചൂടാൻ വേണ്ടിയിട്ട് മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ കറീൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയിട്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ കഴുകി നമ്മൾ ഇതിൽ എല്ലാ മസാലകളും ഇതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയിലിടുന്ന മസാലകളൊക്കെ ചിക്കനിലേക്ക് പുരട്ടി വെച്ചിട്ടാട്ടോ ഇവിടെ കറി വെക്കൽ. അങ്ങനെയാകുമ്പോൾ മസാല ഒക്കെ നമ്മൾ ചിക്കനിൽ നല്ലോണം പിടിക്കും. അങ്ങനെ ചിക്കൻ്റെ റെസിപ്പി ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് പൊറാട്ട ഒക്കെ ചുട്ടെടുക്കണം. അങ്ങനെ അതൊക്കെ ബോളാക്കിയിട്ട് എണ്ണയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടതിന്. ഇവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും എല്ലാവർക്കും ഇഷ്ടം നമ്മളിവിടെ ഉണ്ടാക്കുന്ന പൊറാട്ട കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് പൊറാട്ട ഞങ്ങളിവിടെ ഉണ്ടാക്കലുള്ളത്. അങ്ങനെ അതൊക്കെ വേഗം റെഡിയാക്കട്ടെ. ഇന്നിപ്പം കുറച്ചധികം ചുടാനുണ്ട്. അങ്ങനെ വേഗം ഒരാൾ പരത്തി ഒരാൾ ചുടുകയൊക്കെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും 2 കല്ല് വെച്ചാലാണ് ഇത് വേഗം കഴിയും. അങ്ങനെ നല്ല അടിപൊളി പൊറാട്ട ഒക്കെ ചുട്ടെടുക്കുകയാണ്. പൊറാട്ട ഞങ്ങൾ അധികം ചുടലുണ്ടായിന്. ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ആയതിന് ശേഷം കുറച്ചായിട്ട് ഞങ്ങൾ ചുടാൻ അങ്ങനെ നിൽക്കില്ല. അങ്ങനെ ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പൊറാട്ട തന്നെ ചുടാമെന്ന് കരുതി. അങ്ങനെ വേഗം പൊറാട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോഴാണ് അതിൻ്റെ ലെയറൊക്കെ നല്ലോണം കിട്ടുക. അങ്ങനെ നല്ല ചൂടിൽ തന്നെ അമ്മായി പൊറാട്ട ഒക്കെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റ് പൊറാട്ട ഒക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ എല്ലാ പൊറാട്ടയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ വേഗം കാസറോളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്നും വേഗം ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കാമെന്ന് കരുതി. കാരണം ഈ അടിച്ച പാട്ടുള്ള പൊറാട്ട നിന്നാൽ നല്ലൊരു ടേസ്റ്റാണല്ലോ, നല്ല ഞെരിവൊക്കെ കൂടിയിട്ടുള്ള. അങ്ങനെ വേഗം അതിൽ നിന്നൊന്ന് എടുത്തിട്ട് ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ. നല്ല അടിപൊളി പൊറാട്ടയായിനെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഹാളിലേക്ക് ചെന്ന് നോക്കിയാലോ. ഇവിടെ മക്കൾ ഭയങ്കര കളിയിലാട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലായിനെ. അങ്ങനെ കുറേ സമയം അവരെന്തൊക്കെയോ കളിക്കുന്നൊക്കെ ഉണ്ടേനു. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൽ ഹാളിൽ ഇരുന്നിട്ട് അവരെ കളിയും കണ്ട് കുറേ സമയം അവിടെ ഇരുന്ന് കേട്ടോ. എല്ലാവരും കൂടി ഒത്താകുമ്പം കഥയൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിന് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ അവരുടേതായ കളികൾ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞിരുന്ന് അതിൻ്റെ ഇടയിൽ മാഷാ ഞങ്ങളെ ഉമ്മാൻ്റെ അനിയത്തിമാരും അമ്മായും ഒക്കെ ഉമ്രക്ക് പോയിന് കേട്ടോ. അങ്ങനെ അവരൊക്കെ വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ എടുത്ത് തന്നിട്ടുണ്ടേനും. ഇനിയിപ്പോൾ വേഗം നമ്മൾ ഫുഡൊക്കെ എടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന സമയം ഒരുപാടങ്ങായനു. അങ്ങനെ വേഗം മോനൊക്കെ ആദ്യം ഭക്ഷണം കൊടുത്ത് ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കാമെന്ന് കരുതി. ഉച്ചക്കത്തെ മീൻ കറിയും എല്ലാം കൂടി എടുത്തിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.